हेलो बच्चों, नमस्कार। आप सभी का एक बार फिर से स्वागत है मेरे YouTube चैनल ई फॉर एजुकेशन में। आज जो हम पढ़ने जा रहे हैं उस इकाई का नाम है अनूठी झांकियाँ। इसमें प्रकृति के बारे में वर्णन किया गया है। हमें प्रकृति का संरक्षण करना, यही इस इकाई का संदेश है। तो इसका पहला पाठभाग का नाम है बादल। एक सुंदर सी कविता है। वक्त गवाए, अब कविता की ओर जाएंगे। ഹായ് കുട്ടികളെ, നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലായ ഈ ഫോർ എഡ്യൂക്കേഷനിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റിൻ്റെ പേരാണ് അനൂठी झांकियाँ. ഇതിൽ പ്രകൃതിയെക്കുറിച്ചിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള സന്ദേശമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതിലത്തെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേരാണ് ബാദൽ. ഇതൊരു മനോഹരമായ കവിതയാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. बोलो कैसे आकर छाए, हवा पकड़ कर लाती सर सर, छाए जैसे काले कंबल, कितने सुंदर लगते बादल. पेड़ों जैसे लगते, जैसे चलते घोड़े बन जाते हाथी के जोड़े. चल कंकर भाप बन, उसी भाप में ठंडक पाई. बादल बरसे आई, करते गड़गड़ाते चढ़ चढ़. बादल को चमकाए, अंधियारे में राह दिखाए. मोर मदन मन झूम छनन छन झूम झूम कर नाच दिखाए. खुश हो कर गाना गाए, बरसे बादल कल कल छल छल. तैर चली कागज की नैया, पूंछ उठा कर भागी गैया. बोलो कैसे आकर छाए, हवा पकड़ कर लाती सर सर, छाए जैसे काले कंबल, कितने सुंदर लगते बादल. पेड़ों जैसे लगते, जैसे चलते घोड़े बन जाते हाथी के जोड़े. चल कंकर भाप बन, उसी भाप में ठंडक पाई. बादल बरसे आई, करते गड़गड़ाते चढ़ चढ़. बादल को चमकाए, अंधियारे में राह दिखाए. मोर मदन मन झूम छनन छन झूम झूम कर नाच दिखाए. खुश हो कर गाना गाए, बरसे बादल कल कल छल छल. तैर चली कागज की नैया, पूंछ उठा कर भागी गैया. तो बच्चों, आप लोगों ने कविता सुनी, अच्छी लगी, तो अब हम പാഠഭാഗ് की ओर जाएंगे. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ കവിത കേട്ടില്ലേ? കവിത നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ ഇനി നമ്മൾക്ക് പാഠഭാഗത്തേക്ക് പോവാം. कविता का नाम है बादल. इसके रचयिता हैं डॉक्टर श्री प्रसाद. കവിതയുടെ പേരാണ് ബാദൽ. ഇത് എഴുതിയത് ഡോക്ടർ ശ്രീ പ്രസാദ് എന്ന് പറഞ്ഞ ആളാണ്. बादल എന്ന് പറഞ്ഞ മേഘം. तो अब पंक्तियां देखे. काले काले पानी वाले, आसमान में बादल आए. बोलो कैसर आकर छाए, हवा पकड़ कर लाती सर सर, छाए जैसे काले कंबल, कितने सुंदर लगते बादल. എന്താണ് പറയുന്നത്? കാലേ കാലേ പാനി വാലെ. കാലേ എന്ന് പറഞ്ഞാൽ കറുത്ത നിറം എന്നാണ്. പാനി വാലെ, വല്ലമുല്ലേ. പാനി എന്ന് പറഞ്ഞാൽ വള്ളം, വാലെ എന്ന് പറഞ്ഞാൽ ഉള്ളത്. ആസമാനമേ ബാദൽ ആയി. ആസമാൻ നമ്മൾ കഴിഞ്ഞ പാഠത്തിലും പഠിച്ചതാണ്. ആസമാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ആസമാനമേ ബാദൽ ആയി. ബാദലായി എന്ന് പറഞ്ഞാൽ മേഘമെന്നു. ബോലോ കൈസേർ ആക്കർ ഛായേ. ബോലോ എന്ന് പറഞ്ഞാൽ പറയൂ. കൈസേ ആക്കർ ഛായേ, എങ്ങനെയാണ് ഇവിടെ വന്ന് നിലനിൽക്കുന്നുണ്ട്. ഛായേ ഇവിടെ എങ്ങനെ നിലനിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്താണ് പറയുന്നത്? ഹവ പക്കടക്കർ ലാത്തി സർ സർ. ആരാണ് പിടിച്ചു കൊണ്ടിരുന്നത്? ഹവ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. പക്കടക്കർ എന്ന് പറഞ്ഞാൽ പിടിച്ച്. ലാത്തി സർ സർ കൊണ്ടുവരുന്നു. അങ്ങനെ സർ എന്നുള്ള ശബ്ദത്തിലാണ് കാറ്റ് വീശുന്നുണ്ട്.
അതാണ് പറയണ്ടത്. കാറ്റങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നു. ഛായേ ജയ്സെ കാലേ കമ്പൽ, എങ്ങനെ എൻ്റെ ആകാശം നിറഞ്ഞു നിൽക്കുന്നത്? കറുത്ത കമ്പിളി പതുപ്പ് പോലെ. കമ്പൽ എന്ന് പറഞ്ഞാൽ കമ്പിളി പതുപ്പ് പോലെ. കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ, എത്ര മനോഹരമായിട്ടാണ് ഈ മേഘങ്ങളെ കാണാൻ. പേടോ ജൈസെ ഭേടോ ജൈസെ ലഗത്തെ ജൈസെ ചലത്തെ ഘോടെ ബൻ ജാത്തെ ഹാത്തി കെ ജോടെ. അപ്പം എന്താ പറയുന്നത്? പേടോ ജൈസെ ഭേടോ ജൈസെ, എന്താണ് പറയുന്നത്? ചിലപ്പോൾ മരങ്ങളെ പോലെ തോന്നും, ചിലപ്പോൾ ചെമ്മരിയാടുകളെ പോലെ. ഭേടോ എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്. ലഗത്തെ ജൈസെ ചലത്തെ ഘോടെ, എന്താ ചിലപ്പോൾ നടക്കുന്ന കുതിരകളെ പോലെ. ഘോടെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരകളെ പോലെ തോന്നും. ബൻ ജാത്തെ ഹാത്തി കെ ജോടെ എന്ന് പറയുന്നത് ചിലപ്പോൾ ആനകളുടെ ജോഡിയായിട്ട് തോന്നും. 2 ആനകളുടെ ജോഡിയായിട്ട് തോന്നും എന്നാണ് പറയുന്നത്. तो अब अगली पंक्तियां देखेंगे नहीं हम लोग अर्थ तो नन्हे जल कन गए बाप बन उसी बाप ने ठंडक पाई बादल बरसे बरसा आई करते गड़ गड़ आते भड़ भड़ बिजली बादल को चमकाए अंधेरियों में राह दिखाए. എന്താ പറയുന്നത്? നന്നേ ജൽക്കൻ. നന്നേ ജൽക്കൻ എന്ന് പറഞ്ഞാൽ ചെറിയ വള്ളത്തിൻ്റെ അംശങ്ങൾ. ഗയേ ബാപ്പ് ബൻ നീരാവിയായിട്ട്. ഉസി ബാപ്പിനെ അതേ നീരാവിനെ ഠണ്ടക്കപ്പായി തണുത്ത് കഴിഞ്ഞ. ബാദൽ ബർസെ മേഘം എന്താ ബർസെ ഇങ്ങനെ പെയ്തിറങ്ങുക. ബർസായി മറ വന്നു. കർത്തേ ഘടഘട് എങ്ങനെയാണ് വരുന്നത്? ഘടഘടന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഭട് ഭട് എന്നൊക്കെ ഇടി വെട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, അതാണ്. ബിജ്ലി ബാദൽ കോ ചമക്ക, ഇടി മിന്നല്. ബാദലിനെ ചമക്കായ എന്ന് പറഞ്ഞാൽ മേഘങ്ങളെ തളക്കുന്നു. അന്ധേരിയ മേരായത് ഇരുട്ടിട്ട് വെരി കാണിക്കുന്നു. മോർ മകൻ മൻ ഛൂമേ ഛൻ ഛൻ ഝൂം ഝൂം കർ നാച്ച് ദിഖായേ ഖുഷ് ഹോ കർ ഗാനാ ഗായേ. എന്താ പറയുന്നത്? മോർ മകൻ മൻ, മോർ എന്ന് പറഞ്ഞാൽ മയിൽ. മകൻ മൻ നിറഞ്ഞ മനസ്സോടെ. ഛൂം ഛനൻ ഛൻ ഇങ്ങനെ നൃത്തമാടാൻ തുടങ്ങാൻ. ഇങ്ങനെ വട്ടം കറങ്ങി കറങ്ങി ഝൂം ഝൂം കർ നാച്ച് ദിഖായ, വട്ടം കറങ്ങി കറങ്ങി ഡാൻസ് കളിക്കുന്നു. ഖുഷ് ഹോക്കർ ഗാനാഗായ, സന്തോഷത്തോടെ പാട്ട് പാടുന്നു. ബർസെ ബാദൽ കൽ കൽ ചൽ ചൽ, മേഘങ്ങളെ പെയ്തിറങ്ങാൻ തുടങ്ങുക, മഴ പെയ്യാൻ തുടങ്ങുക. എങ്ങനെയാണ്? കൽ കൽ ചൽ ചൽ എന്ന ശബ്ദം ഉണ്ടാക്കി ഇങ്ങോട്ട് മഴ. തേർ ചലി കാഗച്ച് കീ നെയ്യ, അതിൽ എന്താണ് കുട്ടികളൊക്കെ കടലാസ് തോണി. കാഗച്ച് കീ നെയ്യ, കാഗച്ച് എന്ന് പറഞ്ഞാൽ കടലാസ്, തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉരുക്കി വിടും. പൂഞ്ച് ഉഠാക്കർ ഭാഗി ഗയ, ഇടിമിന്നലൊക്കെ കേൾക്കുമ്പോൾ കുട്ടിക്കൊക്കെ പേടിയായിട്ട് അത് ഓടുകയാണ്, അതാണ് ഭാഗി ഗയ്യ, ഓടുന്നു. പശുക്കൾ ഗയ്യ പശുക്കൾ. അപ്പോൾ പാഠഭാഗമൊക്കെ മനസ്സിലായി മാഷ് വിചാരിക്കുന്നു. അപ്പോൾ നല്ലപോലെ ഈ വീഡിയോ ഒക്കെ കണ്ട് പാഠഭാഗങ്ങൾ മനസ്സിലാക്കി അർത്ഥങ്ങളൊക്കെ 5 തവണ വീതം നോട്ടിലേക്ക് എഴുതി പഠിക്കുക. അപ്പം നമ്മൾക്ക് പുതിയ ഭാഗമായി വീണ്ടും കണ്ടുമുട്ട. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.